മഹിയെ സ്വന്തമാക്കാൻ ഒരു തടസ്സം മാത്രമേ ചിന്നുവിന്റെ മുന്നിലുള്ളൂ. അർജുൻ സാറിന്റെ അമ്മ. ആ തടസ്സം കൂടി വഴിയിൽ നിന്നും നീങ്ങിക്കിട്ടിയാൽ പിന്നെ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവള് നേടിയെടുത്തിരിക്കും. നീ ആ ജ്യൂസിൽ എന്താടി കളിക്കിയത്? പറയടി. നിന്റെ തോന്നിവാസത്തിനും ധിക്കാരത്തിനും ഒക്കെ എന്റെ അമ്മ നിന്നെ വിലക്കിയിരുന്നു. അതുകൊണ്ടല്ലേ നീ അമ്മയെ കൊല്ലാൻ നോക്കിയത്? ഇനി കാത്തിരിക്കണ്ട അച്ഛാ. ഇവളെ ഇപ്പൊ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. സർ, ദയവേത് ഇങ്ങനൊന്നും പറയരുത്. മാഡത്തിന് ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് ഭാഗ്യം എനിക്ക് മാഡത്തിനോടുള്ളത്. മാഡം എന്നെ ചീത്ത പറഞ്ഞാലും തല്ലിയാലും അവിടുത്തെ ഒരു നേരത്തെ ആഹാരം കഴിച്ചതിന്റെ നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ട്. മതിയാക്കടി നിന്റെ നാടകം. നീ തന്നെയാ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. അല്ല, കൊല്ലൂടി നിന്നെ. ചിന്നു ഒരിക്കലും രമാദേവിക്കെതിരെ ഒരു ദ്രോഹവും ചെയ്യില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവനാ? എന്റെ അമ്മയെ കൊല്ലാനും മാത്രമുള്ള ശത്രുത ഇവൾക്കല്ലാതെ ആ വീട്ടില് വേറെ ആർക്കാ ഉള്ളത്? മതിയടാ, നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? അങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാവും? ആ വീട്ടില് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മള് കുടുംബക്കാരൊക്കെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരേ ഒരു ജോലിക്കാരി ഇവളാ. മറ്റാർക്കും അമ്മയെ കൊല്ലാൻ നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഇവളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇവള് സൈനൈഡ് ആയിരിക്കും അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടാവാ. അല്ലെങ്കിൽ അമ്മയെ പോലെ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ രക്തം ഛർദ്ദിച്ച് മയങ്ങി വീഴോ? വായി തോന്നിയ ഭ്രാന്ത് വിളിച്ചു പറയാനുള്ള സമയമല്ല ഇത്. അച്ഛാ, എല്ലാരിലും നന്മ കാണാൻ ശ്രമിക്കുന്നത് മണ്ടത്തരോ. എനിക്ക് മറ്റാരുടെയും പേരിൽ ഒരു സംശയമില്ല. ഇവളെ കൊണ്ട് അവര് തന്നെ സത്യം പറയിക്കും. മാഡം, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. എടി, നീ ഈ പറയുന്നതല്ല കള്ളം. നിർത്തുന്നുണ്ടോ? ഒരാൾ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എടുക്കുക. ഈ സമയത്ത് ജീവൻ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. ആദ്യം മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരട്ടെ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ചിന്നുവിന്റെ മേൽ സ്ഥാപിക്കുന്നത് ഇവിടെയുള്ളവരുടെ വൃത്തികെട്ട ശീല. ഒന്ന് അടങ്ങുന്നുണ്ട് എല്ലാവരും. സാറിന്റെ അച്ഛനും സാറിന്റെ അനിയൻ മഹിക്കും എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ ICUവിൽ ജീവന് വേണ്ടി പോരാടുകയാണ്. എന്നിട്ടും അമ്മയെ ഈ അവസ്ഥയിലാക്കിയ സർവന്റിനോടാ അവരുടെ സിമ്പതി മുഴുവനും. നേരിട്ട് കാണാത്തൊരു സംഭവത്തിന്റെ പേരിൽ അവളെ സംശയിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും തെറ്റാണെന്നാ അച്ഛൻ പറയുന്നത്. ഇത് ചിന്നു കരുതിക്കൂട്ടി നടത്തിയ പ്ലാനാ അല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പ് ചിന്നു ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ. എന്നാരു പറഞ്ഞു? ഇതിനു മുമ്പൊരു ദിവസം ഇവള് ജ്യൂസിൽ കാന്താരി മുളക് കലർത്തി എനിക്ക് തന്നതാ. അന്ന് വിഷത്തിന് പകരം അവൾ എരിവുള്ള കാന്താരി മുളകാക്കി. അതും ഇതും തമ്മിൽ നീ കണക്ട് ചെയ്യാണോ? അത് മാത്രമല്ല, ഒരു ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവള് ബോധപൂർവം ഏട്ടാ എന്ന് സാറിനെ വിളിച്ചില്ലേ? പിന്നെ ഞാനും അവളും സഹോദരിമാരാണെന്ന് ഇല്ലാ കഥയുണ്ടാക്കി. ഇതെല്ലാം ഒരുപക്ഷെ സാറിനും അമ്മയ്ക്കും എന്നോട് ഇഷ്ടക്കേടുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഹി കോളേജിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത് ഉൾപ്പെടെ. മഹി കോളേജിൽ ജോലിക്ക് ചേർന്നത് രക്ഷയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അന്ന് അങ്ങനെയാണല്ലോ അവനും അച്ഛനും അമ്മയോട് പറഞ്ഞത്. അതിനു മുമ്പേ ഞാനൊരു കാര്യം എല്ലാരോടുമായിട്ട് പറഞ്ഞിരുന്നു. ചിന്നുവിനോട് മഹിക്ക് എന്തോ ഒരു അടുപ്പമുണ്ടെന്ന്. മഹി ഒരു സാധുവാ, വെറും ഒരു നിഷ്കളങ്കൻ. അവനെ വളച്ചെടുക്കാൻ വളരെ എളുപ്പമാ. അതിനൊരു സാധ്യതയുണ്ട്. കറക്റ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പെറ്റമ്മ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ട് കിടക്കുമ്പോഴും അവൻ പോരാടുന്നത് ചിന്നുവിന് വേണ്ടിയിട്ടാ. ഞാൻ പറയുന്നതൊന്നും ഇപ്പൊ സാറിന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ സമയം കിട്ടുമ്പോ ഒന്ന് ആലോചിച്ചു നോക്ക്. മഹിയെ സ്വന്തമാക്കാൻ ഒരു തടസ്സം മാത്രമേ ചിന്നുവിന്റെ മുന്നിലുള്ളൂ. അർജുൻ സാറിന്റെ അമ്മ. ആ തടസ്സം കൂടി വഴിയിൽ നിന്നും നീങ്ങിക്കിട്ടിയാൽ പിന്നെ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവള് നേടിയെടുത്തിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ എല്ലാം ലോജിക്ക് സാറിന് പിടികിട്ടിയില്ലേ? വിഘ്നേശ്വര, എന്റെ അമ്മ അകത്ത് മരണവുമായി മല്ലിട്ട് എടുക്കുക. ചിലപ്പോഴൊക്കെ അമ്മയുടെ പ്രവൃത്തി എന്നെ ഒരുപാട് വേദനിപ്പിക്കുമെങ്കിലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ ജീവന ആപത്തൊന്നും വരുത്താതെ നോക്കണേ ഭഗവാനെ. ചിന്നു അമ്മയ്ക്ക് വിഷം കൊടുത്തതെന്നാ ഏട്ടനും ഏട്ടത്തേക്ക് വിശ്വസിക്കുന്നത്. ചിന്നു ഒരിക്കലും അത് ചെയ്യില്ല. എല്ലാരും പറയുന്നത് മാഡത്തിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകം മുഴുവൻ വിശ്വസിച്ചാലും ഈ മഹി അത് വിശ്വസിക്കില്ല. സർ, ഞാൻ പറഞ്ഞ കാര്യങ്ങള് അച്ഛനോട് ചെന്ന് പറ. ചെല്ല്.